ബെത്ലഹേം ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജോസുകുട്ടി അച്ഛനെയാണ്. CBCI ഫെബ്രുവരി 9 ദൈവശുശ്രൂഷ ചെയ്യുന്ന കുറേയേറെ പേരെ ആദരിക്കുകയുണ്ടായി. CBCIയുടെ ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ജോസുകുട്ടി അച്ഛൻ 1998 മുതൽ നോർത്ത് ഈസ്റ്റിലാണ് പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. അദ്ദേഹത്തിലൂടെ തന്നെ നമുക്ക് നോർത്ത് ഈസ്റ്റ് മേഖലയെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ജോസുകുട്ടി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ബെത്ലഹേം ടി വിയിലേക്ക് സ്വാഗതം ചെയ്യും. ജോസുകുട്ടി അച്ഛനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പത്രമാധ്യമങ്ങളിലൂടെ അച്ഛന് ലഭിച്ച CBCI നൽകിയ ആ വലിയ ആദരവിനെ കുറിച്ച് മനസ്സിലാക്കാനിടയായി. എന്തുകൊണ്ടാണ് CBCI അച്ഛനെ ആദരിച്ച് ഇങ്ങനെ ഒരു അവാർഡ് നൽകാനിടയായത്? അച്ഛൻ്റെ ഏത് പ്രവർത്തനങ്ങളാണ് അതിന് കാരണമായത്? അച്ഛനൊന്ന് വിശദീകരിച്ച് നൽകാമോ? ആദ്യമായി തന്നെ ബെത്ലഹേം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ജയ് ജീശു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബെന്നിച്ചേട്ടനെ കാണുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ ബെത്ലഹേം ടി വിയുടെ തോമസ് ചേട്ടനെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മേരി ചേച്ചിയെ അല്ലെങ്കിൽ മേരി ടീച്ചറെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് അവാർഡ് ഫംഗ്ഷനിൽ ഞാൻ കണ്ടുമുട്ടി. കാരണം ഞാനും നിങ്ങളെല്ലാവരും ക്രിസ്ത്യനിൽ ജോലി ചെയ്തപ്പോൾ ഞാനും ക്രിസ്ത്യനിൽ കൂടെ വളർന്നു വന്ന ക്രിസ്ത്യൻ്റെ ഒരു മോനാണ്. എനിക്കതിൽ ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ക്രിസ്ത്യൻ ഒത്തിരി നല്ല രീതിയിൽ എൻ്റെ സ്വഭാവത്തെ, എൻ്റെ വിശ്വാസത്തിൽ വളരാൻ എന്നെ സഹായിച്ചു. ക്രിസ്ത്യനിൽ കോട്ടയിൽ പോയി പീറ്റർ ബെറ്റിക്കനാൻകുടി കപ്പൂച്ചൻ അച്ഛൻ്റെ കൂടെ പോയി ധ്യാനം കൂടിയ കാര്യങ്ങളും നിങ്ങളുടെ ചില തമാശകളും ചില ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പം ചേട്ടാ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഇതിനു വേണ്ടിയാണ് ഈ അവാർഡ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമായിട്ടല്ല ഈ അവാർഡ് കിട്ടിയത്. എൻ്റെ കൂടെ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകക്കാരനായ മിസ്റ്റർ തോംസൺ ഫിലിപ്പിനും കൂടിയാണ് ഈ അവാർഡ് കിട്ടിയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ബൈബിൾ ഓൺ എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അത് 2022 സലേഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറലായ റെക്ടർ മേജർ എന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഷില്ലോങ് സന്ദർശനത്തിൽ ഞങ്ങൾ ബൈബിൾ ഇൻ ടങ്സ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ റിലീസ് ചെയ്തു. പിന്നീട് ഈ ബൈബിൾ ഇൻ ടങ്സ് എന്നൊക്കെ പറയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പേര് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ശ്രമിച്ചു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ സുപ്രീം കോടതി വക്കീൽ KB ലിൻഡോ, അദ്ദേഹം അങ്കമാലിക്കാരനാണ്, അദ്ദേഹമാണ് ഈ പേര് സജസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അങ്ങനെ ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു പേര് എടുക്കുന്നു. അതിലൂടെ അതൊരു ഹൈബ്രിഡ് ആപ്പാക്കി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു വെബ്സൈറ്റും ഉണ്ട്, bible.on.app എന്ന് പറഞ്ഞ വെബ്സൈറ്റും. അതിലൂടെ ഞങ്ങൾ ബൈബിളുകൾ വിവിധ ഭാഷകളിൽ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം ബൈബിൾ ഓൺ എന്ന് പറഞ്ഞാൽ തന്നെ ബൈബിൾ 365 ദിവസവും 24 മണിക്കൂർ ഓൺ ആയിരിക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഓൺ ആയിരിക്കും. അതായത് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്, ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഇപ്പോൾ അതേതാണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ബൈബിള് 44 ഭാഷകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഭാഷകളിൽ ഓഡിയോ ബൈബിള് ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മലയാളം, കന്നഡ, തമിഴ്, അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ ഒത്തിരി ട്രൈബൽ ഭാഷകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ട്രൈബൽ ഭാഷകളിൽ ഞങ്ങൾ ഓഡിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബുക്ക് മറ്റേ ടെക്സ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് തിമോർ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭാഷകളിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കകളിലെ ചില ഭാഷകളിലൊക്കെ ഞങ്ങൾക്ക് ബൈബിള് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും കുറച്ച് ഭാഷകൾ ബൈബിള് റെഡി ആയിരിപ്പുണ്ട്. ഞങ്ങൾ അതിൻ്റെ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് അത് റെഡിയാകുമ്പം അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. പിന്നെ ഞങ്ങൾ കൂടുതൽ ബൈബിളുകൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ബൈബിൾ അവർ ഞങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് ഞങ്ങളത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 7ഓളം ഭാഷകളിൽ ഞങ്ങൾ ബൈബിള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട്, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അതൊക്കെ റെഡി ആകുന്നതിനനുസരിച്ച് ഞങ്ങൾ അത് ഈ ആപ്പിൽ കൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എളിയ സർവീസ് സഭയിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിരുന്നു. കാരണം മറ്റ് സഭകൾക്കൊക്കെ ഇങ്ങനെ ചെറിയ
കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ആപ്പും അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബൈബിൾ പ്രസിദ്ധീകരണങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു, നമുക്കിപ്പം മലയാളത്തിലായിട്ട് ഇപ്പം മലയാളം POCയുടെ ആപ്പുണ്ട്, അല്ലെങ്കിൽ തമിഴിൽ എന്തെങ്കിലും ഒരു ആപ്പ് കാണും, അല്ലെങ്കിൽ കന്നഡ, അങ്ങനെ ഒരു ഭാഷയിലോ 2 ഭാഷയിലൊക്കെ ആപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഇത്രയും ഭാഷ ഒന്നിപ്പിച്ച് ഇത്രയും ഫെസിലിറ്റികളോടുകൂടി ഒരു ഹൈബ്രിഡ് ആപ്പായിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കത്തോലിക്ക സഭയിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വേണമെങ്കിൽ ഏഷ്യയിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഇത്രയും ഭാഷകളോടുകൂടി ഒരു കത്തോലിക്ക ആപ്പ് വരെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ഇത്രയും ഫെസിലിറ്റികളുള്ളത്. ഇപ്പം നമുക്കൊരു ഇമേജ് ഉണ്ടാക്കാം, പടം ഉണ്ടാക്കാം, ജസ്റ്റ് ചുമ്മാ ഒന്ന് ആപ്പിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സീറോ മലബാർ, മലങ്കര, ലാറ്റിൻ ഈ റൈറ്റുകളുടെ എല്ലാം വായനകൾ നമുക്ക് എല്ലാ ദിവസത്തെയും കുർബാനയിലെ വായനകൾ നമുക്ക് ഏത് ഭാഷയിലും കിട്ടും. ഇപ്പോൾ സീറോ മലബാറിൻ്റെ വായന നിങ്ങൾക്കൊരു ട്രൈബൽ ഭാഷയിൽ വേണമെങ്കിൽ അതും കിട്ടും. അല്ലെങ്കിൽ സീറോ മലങ്കരയുടെ ഒരു വായന നിങ്ങൾക്ക് ആഫ്രിക്കയിൽ ഒരു ഭാഷ വേണമെങ്കിൽ അത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഫെസിലിറ്റികളുള്ള ഒരു ആപ്പ് വേറെ ഇല്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡോറേഷൻ ഉണ്ട്, ആരാധനയുണ്ട്. 3-4 ലോകത്തിലെ 3-4 സ്ഥലങ്ങളിൽ ഇപ്പം ലൈവായിട്ട് നടക്കുന്ന ആരാധനയുടെ കണക്ഷൻസ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്ന് നമുക്ക് ഈശോയെ കണ്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പല ഭാഷകളിലെയും പ്രാർത്ഥനകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി വചനങ്ങൾ, 1000-ഓളം ബൈബിൾ വചനങ്ങൾ വിവിധ തീമായിട്ട്, ഇപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരുമ്പം പ്രാർത്ഥിക്കാൻ, നമുക്ക് സന്തോഷം ഉണ്ടാകും പ്രാർത്ഥിക്കാൻ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, നമുക്ക് പെട്ടെന്നൊരു ബൈബിൾ വചനം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റികളുണ്ട് ഇതിനകത്തുണ്ട്. ഇനിയും ഞങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ഭാഷകൾ വായിക്കാനുള്ള ഇപ്പോൾ 3-4 അല്ലെങ്കിൽ 5 ഭാഷകളിലേക്കൊക്കെ ആക്കണമെന്ന് ഈ ബൈബിൾ പഠിക്കുന്ന ബൈബിൾ വിദ്യാർത്ഥികളെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പം ട്രൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സീറോ മലബാർ, മലങ്കര മാത്രമല്ലല്ലോ നമുക്ക് സഭകളായിട്ടുള്ളൂ. നമുക്ക് 23 സഭകളുണ്ട് കത്തോലിക്ക സഭയിൽ. അപ്പം അവരുടെയൊക്കെ വായനകൾ ഇതിനകത്ത് ചേർക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് അഭിലാഷം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡ്രീം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഇത് വീണ്ടും കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കണം. ഇപ്പം തന്നെ നമുക്ക് 183 രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഇതനുസരിച്ച് കണക്കനുസരിച്ചാണ് 200ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ, ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ആൾക്കാർ ഓൺലൈനിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ദൈവം അങ്ങനെ ഞങ്ങളെ കൈപിടിച്ച് നടത്തി. അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ ഈശോ തീരുമാനിച്ചപ്പോൾ ഞങ്ങളെ ഈശോ അങ്ങ് എടുത്തു. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈശോ ഞങ്ങളെയും കൂടെ അങ്ങോട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെ ഇത്രയും നാളും സംരക്ഷിച്ച് ഇത് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഈ ഒരു വർക്ക് ചെയ്തതിനാണ് സഭ ഞങ്ങളെ സ്നേഹിച്ച് അംഗീകരിച്ചത്. അത് തന്നെ ഞങ്ങൾക്ക് CBCയോട് വലിയൊരു നന്ദിയുണ്ട്. കാരണം സഭയുടെ അംഗീകാരവും സഭയുടെ ആ സ്നേഹം ആണല്ലോ നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വേറെ എന്ത് അംഗീകാരം കിട്ടുന്നതിലും ഒരു വൈദികൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നതും അഭിമാനം ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് CBCയോടും എല്ലാ മെത്രാന്മാരോടും ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട്. ഞങ്ങളെന്നും അത് സ്മരിക്കും. എൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നോർത്ത് ഈസ്റ്റ് സഭയെക്കുറിച്ച്, അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അരുണാചൽ പ്രദേശിലാണ് അച്ഛൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിച്ച് നൽകാൻ സാധിക്കുമോ? ആക്ച്വലി നോർത്ത് ഈസ്റ്റ് സഭ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ ഏതാണ്ട് ഒരു പോർച്ചുഗീസുകാരുടെ കാലം മുതലേ ത്രിപുര പോലുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നോർത്ത് ഈസ്റ്റ് സഭയുടെ ചരിത്രം ശരിക്കും നമ്മൾ എഴുതപ്പെടുന്നത് സാൽവത്തോറിയൻ സഭയിലെ അച്ഛന്മാരുടെ വരവോടുകൂടിയാണ്. അപ്പോൾ സാൽവത്തോറിയൻ സഭയിലെ കുറച്ച് വൈദികർ അവരുടെ മിഷണറിമാരായിട്ട് ഷില്ലോങ്ങിൽ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് 6 മാസം കൊണ്ട് തന്നെ അവരുടെ ലീഡർ, അദ്ദേഹത്തിന് അവരെല്ലാം ജർമ്മൻകാരായിരുന്നു. ഈ സഭ ജർമ്മനി സ്ഥാപിച്ചൊരു സഭയാണ്. അപ്പം ഓട്ടോ ഹോപ്പൻമുള്ളർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 6 മാസം കൊണ്ട് തന്നെ അദ്ദേഹം മലേറിയ അസുഖം വന്ന് അദ്ദേഹം മരിക്കുന്നു. പിന്നെ അവർ അവിടെ അവരുടേതായ രീതിയിൽ ജോലി ചെയ്യാൻ നോക്കുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഈ 1-ാം ലോകമായ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഇവരെ വീണ്ടും തിരിച്ചയക്കുകയാണ് ജർമ്മനിയിലേക്ക്. കാരണം അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വേറെ ക്യാമ്പിലായിരുന്നുകൊണ്ട് അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ സലീഷ്യൻ വൈദികരോട്, ഡോൺ ബോസ്കോ സഭയിലെ വൈദികരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റും. അപ്പം അന്ന് പലരും നോർത്ത് ഈസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. ആസാമിൽ കൂടെ, അരുണാചലിൽ കൂടെ. അവരുടെയൊക്കെ താല്പര്യം ടിബറ്റിൽ പോവുക,
ഇപ്പം നമ്മൾ ചൈന എന്ന് പറയുന്നത് ടിബറ്റിൽ പോവുക, അവിടെ മിഷണറി പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ടിബറ്റിലേക്ക് യാത്ര ചെയ്യുന്ന വഴി 2 പാരീസ് മിഷണറീസ്, ഫ്രാൻസിൽ നിന്ന് വന്ന 2 അച്ഛന്മാർ ഈ ടിബറ്റിൽ വെച്ച്, അല്ലെങ്കിൽ അരുണാചലിൻ്റെ ബോർഡറിൽ വെച്ച് ക്രിക്ക് ആൻഡ് ബോറി എന്ന് പറഞ്ഞ 2 അച്ഛന്മാരെ അവിടെ വെച്ച് അവർ മാർട്ടിടം ചെയ്തു. അവർ രക്തസാക്ഷികളായി അവിടെ. അപ്പോൾ അവരുടെ ഡയറിയും അവരുടെ ചരിത്രമൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ കോൺഗ്രിഗേഷൻസൊക്കെ. അവരുടെ പേരിൽ ഇപ്പം അരുണാചൽ പ്രദേശിൽ 1-2 സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടുത്തെ മ്യാവ് രൂപതയുടെ കീഴിൽ ക്രിക്ക് ആൻഡ് ബോറി അവരുടെ പേര്. അവരാണ് എനിക്ക് നോർത്ത് ഈസ്റ്റ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികൾ, നോർത്ത് ഈസ്റ്റ് സഭയ്ക്ക് വേണ്ടി മരിച്ചവർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരെ സഭാ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പ്രഖ്യാപിച്ചിട്ടില്ല. അവരെക്കുറിച്ച് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാമകരണ പരിപാടികൾക്കായിട്ടുള്ള ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. 1-2 പുസ്തകങ്ങൾ അവരെക്കുറിച്ച് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ സഭ മുന്നോട്ട് പോകുന്നു. പിന്നെ അവരുടെ ഡയറികളൊക്കെ അവരെഴുതിയ, അന്നത്തെ കാലത്ത് ഫ്രഞ്ച് ഭാഷയിലൊക്കെ എഴുതിയ ഡയറികളൊക്കെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പഠനങ്ങൾ അവരെക്കുറിച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് ഈ സലീഷ്യൻ സഭാ അംഗങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ അവർ വരുന്നത് മദ്രാസ് മൈലപ്പൂരിൻ്റെ നേരത്തെ ആർച്ച് ബിഷപ്പായ ലൂയിസ് മത്തിയാസ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സലീഷ്യൻസ് 1922 നോർത്ത് ഈസ്റ്റിലെത്തുന്നത്. അവരിൽ 6 വൈദികരും 5 ബ്രദേഴ്സും, അവർ 11 പേരാണ് വന്നത്. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ ബ്രദർഹുഡിൽ, ഇപ്പോൾ നമ്മൾ മോൺഫോർട്ട് ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ബ്രദർഹുഡ് ബ്രദേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഈ ബ്രദർ സഭയുണ്ട് ഈ സലീഷ്യൻ സമൂഹത്തിനകത്ത്. അച്ഛന്മാർ മാത്രമല്ല, അവരോട് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ബ്രദേഴ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ചില ടെക്നിക്കൽ സ്കൂളുകളൊക്കെ തുടങ്ങുക. അങ്ങനെയുള്ള ഐഡിയ ആണ് ഇവരോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജെസ്യൂട്ട് അച്ഛന്മാർ പറഞ്ഞത്, നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വേണം. അതുപോലെ തന്നെ ഇവർ ഒരു സമൂഹത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ സംസാരിക്കുന്നവർ മാത്രമല്ല, അവരുടെ ലീഡർ ഒരു ലൂയിസ് മത്തിയാസ് ഫ്രഞ്ചുകാരനായിരുന്നു. അവരുടെ കൂടെ ഇറ്റാലിയൻസ് ഉണ്ടായിരുന്നു, സ്പാനിയാർഡ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അവർ ഷില്ലോങ്ങിലെത്തുന്നു 1922. അവരവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം കാണുന്നു. അപ്പോൾ ഈ സലീഷ്യൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവാണ് അവരുടെ മധ്യസ്ഥ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ രൂപം അവരവിടെ കാണുന്നു. പക്ഷേ ഈ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ കയ്യിലൊരു ചെറിയ വടി പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ രൂപം അങ്ങനെ ഇരുന്നെങ്കിലും അവരുടെ കയ്യിൽ വടിയില്ലായിരുന്നു. ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് മുമ്പേ മാതാവ് ഇവിടെ വന്നു. അപ്പം അതിലൊരു ബ്രദർ ഒരു കാർപ്പൻ്ററായിരുന്നു. അദ്ദേഹം അന്നേരം തന്നെ ഒരു വടിയൊക്കെ ഉണ്ടാക്കി മാതാവിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞത്. അങ്ങനെ അവർ മാതാവിന് സമർപ്പിച്ച് അവർ 1922 മുതൽ അവരുടെ ജീവിതം വർക്ക് അവിടെ തുടങ്ങിയതാണ്. അവരുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നും. ദാറ്റ് ഈസ് അവർ വന്ന് 6 മാസം കൊണ്ട് അവിടുത്തെ ഭാഷ പഠിച്ചെന്നുള്ളതാണ്. എല്ലാവരും അല്ല, ചിലവരൊക്കെ 6 മാസം കൊണ്ട് അവർ ഭാഷ പഠിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ വിത്തിൻ 1 year 2 year സമയത്ത് തന്നെ അവർ ചില പ്രാർത്ഥനകളൊക്കെ അവരുടെ ഭാഷയിലേക്ക് ഉണ്ടാക്കുന്നു, പ്രാദേശിക ഭാഷയിലേക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി വർക്കുകൾ അവർ ചെയ്തു. അപ്പോൾ അവർ ചെയ്ത ചില വർക്കുകളൊക്കെ ഞാൻ സ്കാൻ ചെയ്യുകയോ, ഞങ്ങൾ അവരുടെ ചരിത്രം എഴുതാൻ കുറച്ച് ചരിത്രമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരെഴുതിയ അന്നത്തെ ഡയറി, അവരുടെ ഡയറികളൊക്കെ അത് എഴുതിയിരിക്കുന്ന കൂടുതലും ഫ്രഞ്ച് ഭാഷയിൽ, ഇറ്റാലിയൻ ഭാഷയിലൊക്കെയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസ് തോന്നും. അവർ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. കർത്താവിന് വേണ്ടി എല്ലാം വിട്ട് അന്നത്തെ കാലത്ത് യൂറോപ്പ് വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഇതുപോലെയുള്ള മലേറിയയും മഞ്ഞപ്പിത്തവും ഒക്കെ, ഈ ഏരിയയൊക്കെ മലേറിയയും മഞ്ഞപ്പിത്തത്തിനൊക്കെ പേര് കേട്ട ഒരു ഏരിയയായിരുന്നു. ഇപ്പോഴും കാടും മലയും കുന്നുമൊക്കെയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ അവർ അവിടെ വന്ന് അവരുടെ മിഷൻ പ്രവർത്തനം തുടങ്ങി. അങ്ങനെയാണ് അവിടുത്തെ ഇതാണ് അവിടുത്തെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു ബേസിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. പിന്നീട് ഇപ്പോൾ അവിടെ 15ഓളം രൂപതകളുണ്ട്. 15ഓളം രൂപതകൾ, 7 സംസ്ഥാനങ്ങളിൽ 15 രൂപതകളുണ്ട്. അപ്പോൾ അവിടുത്തുകാർ തന്നെ അച്ഛന്മാർ സിസ്റ്റേഴ്സും ഒക്കെ. ഞാനൊക്കെ അവിടുത്തെ വൺ ഓഫ് ദ ലാസ്റ്റ് മലയാളി എന്ന് പറയാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിലെ ഡോൺ ബോസ്കോ പ്രൊവിൻസിലെ, പിന്നെ മറ്റു പ്രൊവിൻസുകളിലൊക്കെ അവസാനത്തെ മലയാളി എനിക്ക് 2008 2009 അച്ഛനായത്. ഇത് പിന്നെ ആരുമില്ല. അവിടുത്തുകാരൊക്കെ തന്നെയാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. അത് ഇറ്റ്സ് എ ഗുഡ് തിങ്. അവിടുത്തുകാർ തന്നെ ഇപ്പം മെത്രാന്മാരായി വരുന്നു. അങ്ങനെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. സഭ ഒരു പ്രാദേശിക സഭയായി മാറിക്കൊണ്ടിരിക്കുന്നു. സഭ ഇപ്പം അവരുടെ കരങ്ങളിലാണ്. ഇപ്പം ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ നിന്ന് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് സഭ നോർത്ത് ഈസ്റ്റിൻ്റെ മക്കളിൽ തന്നെയാണ് ഇപ്പം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഇപ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അതോ ഇപ്പോൾ ശക്തമായ സഭ എവിടെയുണ്ട്, ആ സഭയെ പരിപോഷിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനങ്ങളാണോ? അതോ പുതിയ ആൾക്കാർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? നോർത്ത് ഈസ്റ്റ് സഭയ്ക്ക് ഇഫ് യു സേ ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഹാഡ് ഗ്രേറ്റ് സ്റ്റോൾ വാൾസ്. നോർത്ത് ഈസ്റ്റ് സഭ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ 2 തിയോളഗേറ്റ് സ്ഥാപിച്ചു.
തിയോളജി പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഒന്ന് സേക്രഡ് ഹാർട്ട് തിയോളജിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സലീഷ്യൻസ് അച്ഛന്മാരുടെ. അതുപോലെ തന്നെ സലീഷ്യൻ അച്ഛന്മാർ തന്നെ പണിത് വേറൊരു തിയോളജി ഉണ്ട്. അതാണ് ഫോർ ദ ഡൈസിഷൻ ക്ലർജി, രൂപതാ വൈദികർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഓറിയൻസ് തിയോളജിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഒരു ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിഷണറി ട്രെയിനിങ്, മിഷൻ ഓറിയൻറ്റഡ് ആണ് അവിടുത്തെ ജീവിതം എന്ന്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ. ആ ഒരു കൺസെപ്റ്റാണ് എല്ലാ പഠിത്തത്തിൻ്റെയും ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈബിൾ വചനമാണ്. ഞാൻ അവിടെ പഠിച്ചത്, അതുകൊണ്ട് എനിക്കതാണ് മനസ്സിലായിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച വൈദികരെല്ലാം അങ്ങതാണ് എന്നെ പഠിപ്പിച്ചത്. അവിടുത്തുകാരനായ ഒരു അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി നാളായില്ല. അദ്ദേഹം 92-93 വയസ്സിൽ ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അദ്ദേഹം ഒരു ബൈബിൾ സ്കോളറായിരുന്നു. ഫാദർ സിൽവാനോ സിംഗി ലിങ്ഡോ. അദ്ദേഹം ഒരു ഖാസി വംശജനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പൻ അവിടുത്തെ ഖാസി പ്രീസ്റ്റ് ആയിരുന്നു. ഞാൻ അവിടുത്തെ ഒരു ട്രൈബൽ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അപ്പം അദ്ദേഹം അവിടുത്തെ ആ ട്രൈബൽ നിയമങ്ങളും ട്രൈബൽ പൂജകളും ഒക്കെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അവർക്കൊരു കഥയുണ്ട്, കോഴിയുടെ കഥ. അവർക്ക് കോഴി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൂവൻ കോഴി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ കഥയനുസരിച്ച് മനുഷ്യൻ പാപം ചെയ്ത് തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഈ ദൈവവും മനുഷ്യനെയും കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ അവരെ അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് ആര് പോകും? കാരണം ആരെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ അവൻ മരിച്ചു പോകും. അപ്പോൾ ഈ പൂവൻകോഴി വന്നിട്ട് പറയുകയാണ്, ഞാൻ പോകാം. പൂവൻകോഴി വോളണ്ടിയർ ചെയ്യുകയാണ്, ഞാൻ പോകാം. അപ്പോൾ പൂവൻകോഴി ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നു, മനുഷ്യനുമായിട്ട് രമ്യതപ്പെടുന്നു, ദൈവവും മനുഷ്യനുമായിട്ട് രമ്യതപ്പെടുന്നു ഈ പൂവൻകോഴി വഴി. അപ്പോൾ പൂവൻകോഴിയുടെ ജീവിതവും പോയി എന്ന് പറഞ്ഞാൽ പൂവൻകോഴി രക്തസാക്ഷിയാകുന്നു. അത് തന്നെയല്ലേ കർത്താവ് യേശു മിശിഹ ചെയ്തത്? കറക്റ്റ് അല്ലേ? അത് തന്നെയല്ലേ കർത്താവ് എന്ന് പറഞ്ഞാൽ അവരത് പൂവൻകോഴി എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവ് യേശു മിശിഹ എന്ന് പറയുന്നു. ബാക്കിയെല്ലാം സെയിമാണ്. ഇദ്ദേഹം ചെയ്തത്, അദ്ദേഹം പറഞ്ഞു, അത് പൂവൻകോഴി അല്ല മക്കളെ, അത് ഈശോയാണ് നമുക്ക് വേണ്ടി മരിച്ചത്. ഈശോയാണ് നമുക്ക് വേണ്ടി രക്തസാക്ഷിയായത്, കുരിശിൽ മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക്, നമ്മളെ ദൈവത്തോട് പഠിപ്പിക്കാൻ. അങ്ങനെ അദ്ദേഹം അവരുടെ തന്നെ നിയമങ്ങളും കഥകളും കാര്യങ്ങളും ഒക്കെ ക്രിസ്ത്യാനിലേക്ക് കൊണ്ടുവന്ന് അതൊരു ക്രിസ്ത്യനൈസ് ചെയ്തെന്ന് പറയാം. ലോക്കൽ കാര്യങ്ങൾ. ഗ്രിഗറി കരോട്ടമ്പുഴ പിതാവിൻ്റെ ചേട്ടൻ സെബാസ്റ്റ്യൻ കരോട്ടമ്പുഴ, അദ്ദേഹം ഒരു വലിയ വിഷണറി ആയിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ലൈബ്രറിയിൽ 1,00,000-ൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം അവിടെ ഒരു മ്യൂസിയം പണിത് ഷില്ലോങ്ങിൽ. നോർത്ത് ഈസ്റ്റിലെ എല്ലാ ട്രൈബ്സിനെയും എല്ലാ സംസ്ഥാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു 7-8 നില കെട്ടിടം മ്യൂസിയം പണം. അതുപോലെ അവിടെ അവിടെ ഉണ്ട് ധാരാളം ഫാദർ ജോസ് വരിക്കശ്ശേരിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബ്രദർ എബ്രഹാം, അല്ലെങ്കിൽ അവിടെ ഓറിയൻസ് തിയോളജി കോളേജിൽ പഠിപ്പിക്കുന്ന പല പ്രൊഫസർമാരും, ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ഓഫ് ഷില്ലോങ് ലീനൂസ് നെല്ലി, അല്ലെങ്കിൽ ബിഷപ്പ് ജോൺ തോമസ് കട്ടറുടിയിൽ കോതമംഗലംകാരനാണ്, അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ജോൺ മുളച്ചിറ. അപ്പോൾ അവരൊക്കെ വലിയ മിഷണറിമാരാണ്. അവരൊക്കെ ഒത്തിരി വർക്ക് ചെയ്തവരാണ് പല രൂപതകളിലായിട്ടും അവരുടെ സഭയിലൊക്കെ ആയിട്ടും ഒക്കെ. മെയിനായിട്ടുള്ള മിഷണറി വർക്കുകൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ സ്കൂളുകളും ഹോസ്റ്റലുകളും ഒക്കെ ആണെങ്കിലും ദേ ആർ സ്റ്റോൾ വാൾസ്. അവർ ചെയ്തത് ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ വൈദികരും ചെയ്തത് വോളിയങ്ങൾ നമുക്ക് എഴുതാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ്. ഞാൻ അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 13 വർഷത്തോളമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു, 2 രൂപതകളിലായിട്ട്. ഇപ്പം ഞാൻ ഇറ്റാനഗർ രൂപതയിലായിരുന്നു. അവിടെ നമുക്കൊരു കോളേജുണ്ട്. ആ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. പിന്നെ നമുക്കൊരു ഇടവകയുണ്ട്, ആ ഇടവകയിൽ സഹായിക്കുന്നു. ഇപ്പോൾ അരുണാചൽ പ്രദേശിനെ കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? അവിടുത്തെ ജനങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതകൾ, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷകൾ, അവരുമായിട്ട് ഇടപെടുമ്പോൾ ഉള്ള പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛനൊന്ന് വിശദീകരിച്ച് തരാമോ? അരുണാചൽ പ്രദേശ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതൊരു ബോർഡറിങ് സ്റ്റേറ്റ് ആണ്. ഒരു സൈഡിൽ ബർമ്മ, പിന്നെ ആസാം, നാഗാലാൻഡ്, ചൈന, നമ്മൾ ടിബറ്റ് എന്ന് പറയും. ചില ആൾക്കാർ ചൈനയെ അംഗീകരിച്ചിട്ടില്ല, ചിലവർ അംഗീകരിക്കുന്നു. അങ്ങനെയൊക്കെ ടിബറ്റൻ ബോർഡർ. ഒന്നല്ല പല സ്ഥലങ്ങളിലും ഞാൻ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ വില്ലേജിൽ പോയിട്ടുണ്ട്. എനിക്ക് അവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. തവാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ മജോറിറ്റി ബുദ്ധമതക്കാരാണ്. അത് ടിബറ്റ് ബോർഡറാണ്. അത് 15,300 അടി മുകളിലാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളോട് അവർ പറയും, ആർമി ഓഫീസേഴ്സ് പറയും, നമ്മൾ ഓടരുത്, നടക്കുക ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ത്യൻസായി ജനിച്ചതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം. കാരണം നമ്മൾ ഇന്ത്യൻസ്, അവിടെ ചൈന ബോർഡറാണ്, അല്ല ടിബറ്റ് ബോർഡറാണ്. ആ ബോർഡറിൽ ഇന്ത്യൻ സൈഡിൽ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാം. ഇന്ത്യൻ സോൾജിയേഴ്സിനോടൊപ്പം ബാക്കി ലേ പീപ്പിൾ, ഇന്ത്യൻ സിറ്റിസൺസ്, നമുക്കൊക്കെ അവിടെ പോകാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം അപ്പോഴത്തെ ചൈന സൈഡിൽ അവരുടെ പട്ടാളക്കാർ മാത്രമേ കാണത്തുള്ളൂ.
കുറച്ചുപെട്ട ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എന്തോരം സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടെന്ന്. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ പൊതുവെ പട്ടിക വർഗ്ഗക്കാരാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് അവർ കൂടുതൽ തന്നെ. അവരെ കാണുമ്പോൾ ഇങ്ങനെ മൂക്കൊക്കെ പൊതിഞ്ഞ് വെളുത്ത നിറത്തിൽ കുഞ്ഞു കണ്ണൊക്കെ ആയിട്ട് ചൈനക്കാരെ പോലെ ഇരിക്കും. വളരെ നല്ല മനുഷ്യരാണ്, ഒത്തിരി സ്നേഹമുള്ള മനുഷ്യരാണ്, വളരെ ഓപ്പണാണ് അവർ. നമ്മളെ സ്നേഹിച്ചു കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ജനങ്ങളാണ്. അവിടെ തന്നെ പല ഭാഷകളും പല സംസ്കാരങ്ങളും പലതരത്തിലുള്ള ഭക്ഷണ രീതികളും പലതരത്തിലുള്ള വൈൻ മേക്കിങ്ങും വൈൻ ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു മിഷണറി ആയിട്ട് പോകുമ്പോൾ നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പോകാൻ. എനിക്കൊരു 5-6 ഭാഷയിൽ കുർബാന ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ഞാൻ പല സ്ഥലത്തും അവിടെ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ പോയതുകൊണ്ട് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും നമ്മൾ. പക്ഷെ എന്നോട് ഈ ഭാഷയെല്ലാം സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പ്രാർത്ഥനകൾ ചെല്ലാനും കുർബാന ചെല്ലാനും പാട്ട് പാടാനും അല്ലെങ്കിൽ ഒരു ആശീർവാദം കൊഴിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വിശക്കാതെ പോകാനും അല്ല വിശപ്പില്ലാതെ പോകാനും നമുക്ക് പറ്റും, അത്രയൊക്കെ പറ്റും. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഭാഷകളെല്ലാം തന്നെ ഈ ട്രൈബൽ ഭാഷകളാണ്, ഇൻഡിജീനിയസ് ലാംഗ്വേജസ്. ഇത് നമുക്ക് എഴുത്താൻ ലിപികളില്ല, സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ തൃശ്ശൂർ ഭാഷ, കൊല്ലം ഭാഷ, കോട്ടയം ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഓരോ ഭാഷകൾക്കകത്തും അതിൻ്റെതായ വ്യതിയാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും വർഷത്തെ ചരിത്രം പറയുന്ന പോലെ അവർക്ക് പറയുന്ന ഒരു ചരിത്രമില്ല. അപ്പൊ അവരിൽ ഓരോ വ്യതിയാനത്തിന് അവർ പറയും ഇതാ കറക്റ്റ്, ഇതാ കറക്റ്റ്, ഇതാ കറക്റ്റ്. അപ്പൊ നമ്മളൊരു പുസ്തകമോ അല്ലെങ്കിൽ ബൈബിളോ എഴുതുമ്പോൾ നമ്മളിത് ഏത് ഭാഷ എഴുതും എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതി അത് പറയും അതൊന്നും വേണ്ട, ഇതാണ് ഞങ്ങളുടെയാണ് കറക്റ്റ്, അത് തെറ്റാ. അപ്പൊ അതൊക്കെ അവിടുത്തെ ചില ബുദ്ധിമുട്ടുകളാണ്. നമ്മളവിടെ ഒരു ഇടവകളിലും ഒക്കെ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്കൂളുകളിൽ പോലും കൂടെ കുറച്ച് 1-2 ഭാഷകളിൽ അവർ പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സീരിയസ് ആയിട്ടൊന്നും അവർ പഠിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ സഭയാണ് കൂടുതലും ഈ ഭാഷകളെ എൻകറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹങ്ങൾ, അത് പെന്തക്കോസ്ത് സഭയാണെങ്കിലും ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണെങ്കിലും റിവൈവൽ ചർച്ച് ആണെങ്കിലും അവരുടെ ഭാഷ അവർ ഒത്തിരി എൻകറേജ് ചെയ്യുന്നുണ്ട്. ബൈബിളുകൾ, പാഠപുസ്തകങ്ങൾ, ഗ്രാമർ പുസ്തകങ്ങൾ ഒക്കെ ഉണ്ടാക്കും. അവിടെ ഈ ലിപികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ലിപി ഉപയോഗിച്ച് പഠിപ്പിക്കാനും അല്ലെങ്കിൽ എഴുതാനും ഒക്കെയുള്ള പരിശീലനം കൊടുക്കുന്നുണ്ടെന്നും അങ്ങനെയുള്ള ഭാഷകളിൽ ഇംഗ്ലീഷ് ലിപിയിൽ ബൈബിള് വിവർത്തനം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അതിനെക്കുറിച്ച് എന്താ? ഇംഗ്ലീഷ് ലിപിയേക്കാൾ കൂടുതൽ നമ്മൾ അതിന് റോമൻ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് ബേസിക്കലി. ഓക്കെ. നമ്മൾ ഇംഗ്ലീഷിലുള്ള ആ ലിപികൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ചില സൗണ്ടുകൾ കിട്ടാൻ വേണ്ടി, എന്നൊക്കെയുള്ള ചില സൗണ്ടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചില കുത്തും കോമായും അല്ലെ മുകളിൽ ചില അസ്തരിക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഇടുക അവിടെ എക്സ്ട്രാ ആയിട്ട്. അപ്പം അത് കൂടുതലും അച്ഛന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാരോ ഒക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇപ്പം നമ്മൾ തന്നെ സെലീഷ്യനായിട്ടുള്ള ഒരു വൈദികൻ UV ജോസ്, അദ്ദേഹം തൃശ്ശൂർ ഒല്ലൂർ വിമലമാത പള്ളി ഇടവക്കാരാണ്. അദ്ദേഹം ഒരു PhD ലിംഗ്വിസ്റ്റിക്സിൽ PhD എടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് 3-4 ഭാഷകളിൽ അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, മൊത്തം ബൈബിൾ. പിന്നെ അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ ഒരു ഞാൻ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിനൊരു 16 ഭാഷ ഏതാണ്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യനാണ്. അതുപോലെ തന്നെ തൊടുപുഴക്കാരൻ ഫാദർ TJ ഫ്രാൻസിസ് തോട്ടത്തിമാലിൽ, അദ്ദേഹം ഇതുപോലെ പല ഭാഷകളിൽ പുതിയ നിയമം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുവിശേഷം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ 7 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗ്രാമർ എഴുതിയിട്ടുണ്ട്, ഡിക്ഷണറികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം അരുണാചലിലൊക്കെ തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് 2-3 ഭാഷയിൽ ബൈബിളും പാട്ടുപുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, അരുണാചലിൽ മാത്രം. പിന്നെ മണിപ്പൂരിലെയും നാഗാലാൻഡിലൊക്കെ വേറെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അവരൊക്കെ ലിംഗ്വിസ്റ്റാണ്, അവർക്ക് പല ഭാഷകൾ പഠിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അരുണാചലിലെ അല്ലെങ്കിൽ നാഗാലാൻഡ്, മണിപ്പൂരിലൊക്കെ പല ഭാഷകളും ഈ ടോണൽ ഭാഷകളാണ് എന്ന് പറഞ്ഞാൽ അത് പാട്ട് പാടുന്ന പോലെയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളൊക്കെ ജനിക്കുമ്പോൾ അവർ പാട്ടുകാരാണ്. കാരണം അവർ ഒരു മ്യൂസിക്കൽ സെൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പല വോയിസിലൊക്കെ 4-5 വോയിസിലൊക്കെ 4 വോയിസസ് അവർ ഇങ്ങനെ പാടുന്നുള്ളൂ, കൊയറൊക്കെ പാടത്തില്ലേ. അപ്പം അങ്ങനെ ഒക്കെ പാടാനൊക്കെ അവർക്ക് ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് അവർക്ക് കിട്ടും, മനസ്സിലാവും അതിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ. അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് കളിക്കാം, ഗിത്താർ ആയാലും കാസിയോ ആയാലും അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കും. അവർക്ക് അതിനോടൊരു മ്യൂസിക്കൽ ഇയർ ഉണ്ട്. കാരണം അവർ ഈ ഭാഷ പാട്ട് പാടുന്ന പോലെയാണ്. ടോണിങ്, ആ കറക്റ്റ് ടോണിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകും. ഇപ്പോൾ അവിടെ സഭ ആരംഭിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി. അവിടെയുള്ള അധികാരികളിൽ നിന്നും അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശിക മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? എതിർപ്പുകളുണ്ടോ? നമുക്ക് ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലുള്ളതുപോലെയുള്ള നമുക്കുള്ള പീഡനങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ അവിടെ അധികാര സ്ഥാനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ധാരാളം പേര് എത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇപ്പോഴത്തെ നിലവാരം? നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇപ്പം നാഗാലാൻഡ് അല്ലെങ്കിൽ മേഘാലയ, മിസോറാം, ഇതുപോലുള്ള ഇതൊക്കെ ക്രിസ്ത്യൻ സംസ്ഥാനം. ഏതാണ്ട് 90% മുകളിൽ
ക്രിസ്ത്യൻസ് ആണ് അവിടെ. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകാരും ഉണ്ട്. കത്തോലിക്കർ മാത്രമല്ല, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകാരും ഉണ്ട് ഇവിടെ. മേഘാലയയിൽ ഇപ്പം 4 രൂപതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മൊത്തം 15 രൂപതകളുണ്ടെന്ന്. ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് വളരെ കോടിയലാണ്. കാരണം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ മറ്റ് ആതുര ശുശ്രൂഷകളിലൊക്കെ കടന്നുപോയവരാണ് ഒത്തിരി ജനങ്ങളും ആൾക്കാരും. അപ്പോൾ അവർക്കറിയാം നമ്മൾ അവരെ ഉപദ്രവിക്കാനോ കൊല്ലാനോ അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ നശിപ്പിക്കാനോ ഒന്നുമല്ല പോകുന്നത്. പല കൾച്ചറുകളിലും ആക്ച്വലി ക്രിസ്ത്യൻ സമൂഹമാണ് അവരുടെ ഭാഷ സംരക്ഷിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആസാമിലെ ആസാമീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഷയാണ്. ഒത്തിരി ജനങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ മലയാളം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിലെ ആദ്യത്തെ പത്രം, അടുത്ത ഗ്രാമർ പുസ്തകം, ആ ഭാഷയെ രക്ഷിച്ചത് തന്നെ മിഷണറിമാരാണ്, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. പിന്നെ കത്തോലിക്ക മിഷണറിമാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല മന്ത്രിമാരും ആൾക്കാരും ഒക്കെ പഠിച്ചത് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്. പലരും ഫീസ് ഇല്ലാത്തവരെയും ഫ്രീ ആയിട്ട് വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മുടെ റെസ്പെക്റ്റാണ്. പിന്നെ അരുണാചൽ പ്രദേശിൽ നമുക്ക് ബുദ്ധമതത്തിലുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പം തവാങ് അല്ലെങ്കിൽ നംസായ് ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ആ ഏരിയയിലൊക്കെ ഉള്ള ബുദ്ധമതത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഹിന്ദു മതം അല്ലെങ്കിൽ ഇസ്ലാം മതം ഇല്ല. ബുദ്ധമതം, പിന്നെ ക്രിസ്ത്യൻ മതം, പിന്നെ അവർക്ക് അവരുടേതായ ചില മതങ്ങളുണ്ട്. അത് നമ്മൾ ധോണി പോളോയിസം എന്ന് പറയും. ധോണി എന്ന് പറഞ്ഞാൽ സൂര്യൻ, പോളോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കുക. അപ്പം അത് അങ്ങനെ ആ ഒരു മത പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ചില മതങ്ങളിൽ എന്താ പറയുന്നത്, അവർ പൂജ ചെയ്യും. ഇപ്പം മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ പൂജ എന്ന് പറയുന്നത്. പൂജ ചെയ്യുന്ന അപ്പോൾ അവർക്ക് കോഴീനെ കൊല്ലുക, അല്ലെങ്കിൽ പന്നീനെ കൊല്ലുക, പശുവിനെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള അവിടെ ഒരു പോത്ത് പോലത്തെ ഒരു ആനിമൽ ഉണ്ട്, ഈ ഒരു ജീവിയുണ്ട്, മിഥുൻ എന്ന് പറയും. മിഥുൻ മല മുകളിലാണ് കഴിക്കുന്നത്. അവരുടെ ഒരു സ്വത്താണത്. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുമ്പം പെണ്ണിന്റെ അപ്പൻ ഇതാണ് അവർ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത്. അവരുടെ സ്ത്രീധനം നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ പെണ്ണിന്റെ അപ്പന് ഈ ഇതിൽ 2 3 എണ്ണം കൊടുക്കണം, അങ്ങനെയാണ്. അപ്പം അവർ മിഥുനെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ മിഥുന് ഇത് എന്തുമാത്രം വിലയാവും ഈ ജീവിക്ക്? മിഥുൻ ഇപ്പം 1 കിലോ ഇറച്ചിക്ക്, മിഥുവിന്റെ 1 കിലോ ഇറച്ചിക്ക് 700 മുതൽ 900 രൂപ വരെയും വരും. ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ്. ഒത്തിരി വില്ലേജ് ഒക്കെ ആണെങ്കിൽ 700-800 രൂപ വരും. ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 900 രൂപ വരെയൊക്കെ ചിലപ്പോൾ 1 കിലോ ഇറച്ചിക്കൊക്കെ ചില സമയത്ത് വരും. എന്ന് പറഞ്ഞാൽ ഇതിന് ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപ, 80,000-80,000 രൂപ ഒരു നല്ലൊരു സൈസുള്ള ഒരു ആനിമലിനാകും.